പേരിന് നേർ വിപരീതമായൊരു നോവലാണ് സീത. വായിക്കാൻ എടുക്കുമ്പോൾ ശിവാജി സാവത്ത് കർണന്റെ കാഴ്ചപ്പാടില് മഹാഭാരതം എഴുതിയതുപോലെ, അല്ലെങ്കിൽ MT വാസുദേവൻ നായർ ഭീമന്റെ കാഴ്ചപ്പാടില് മഹാഭാരതം എഴുതിയതുപോലെ, M മുകുന്ദൻ സീതയുടെ വഴികളിലൂടെ രാമായണം പറയുകയായിരിക്കും എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാൻ ഈ നോവൽ വായിക്കാൻ എടുക്കുന്നത്. പക്ഷെ വായിച്ചു വന്നപ്പോ എന്റെ നിഗമനങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് തീർത്തും വ്യത്യസ്തമായ രീതികളിലൂടെയാണ് നോവൽ കടന്നുപോയത്. കൂട്ടിൽ കഴിയുന്ന, മാതാപിതാക്കളിൽ നിന്ന് സ്നേഹമോ കരുതലോ ലഭിക്കാത്ത, പഠിക്കാൻ ഇഷ്ടമല്ലാത്ത, ഇഷ്ടത്തിനനുസരിച്ച് വസ്ത്രം ധരിക്കാൻ അനുമതിയില്ലാത്ത, നിർബന്ധങ്ങൾക്ക് വേണ്ടി വിവാഹത്തിന് തയ്യാറാവേണ്ടി വരുന്ന സീത. കോളേജിൽ പഠിക്കുമ്പോൾ തന്നെ ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ച ഒരാളോട് ആദ്യം പേടി തോന്നുന്നു, പിന്നെ ആരാധന തോന്നുന്നു, ശേഷം പ്രണയം തോന്നി. വിവാഹ ജീവിതത്തിന് ശേഷം അയാൾ വീണ്ടും അവളെ സമീപിക്കുന്നു. എന്നാൽ ഇതെല്ലാം അറിഞ്ഞിട്ടും സീതയെ കൂടാതെ തനിക്കൊരു ജീവിതമില്ലെന്ന് മനസ്സിലാക്കി അവളെ ദാമ്പത്യ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരുവാൻ അയാൾ പരമാവധി ശ്രമിക്കുന്നു. എന്നിരുന്നിട്ടും ഒരു ദിവസം രാത്രി മദ്യപിച്ച് ബോധമില്ലാതെ സീത തന്റെ കാമുകന് അരികിലെത്തുന്നു. മദ്യപാനിയായ, ജോലിയില്ലാത്ത, വീട്ടിൽ നിന്നും ഇറക്കി വിട്ട അയാൾ സീതയുടെ മുഖത്ത് നോക്കി പറയുന്നുണ്ട്, എനിക്ക് വേണ്ടത് നിന്റെ ഭർത്താവിന്റെ പണം മാത്രമാണെന്ന്. അവരുടെ ഉള്ളിൽ അത്രയും നാൾ അടക്കി നിർത്തിയ സങ്കടങ്ങളും കണ്ണുനീരും പ്രതിഷേധങ്ങളുമെല്ലാം ഒരാളിലേക്ക് പെട്ടെന്ന് ഒലിച്ചിറങ്ങിയതായിക്കൂടെ. സ്നേഹവും കരുതലും ഒന്നും ലഭിക്കാതെ വളർന്ന സീതയ്ക്ക് തന്റെ ആത്മാവിനെ തൊട്ട് ഒരാൾ പ്രണയിക്കുന്നത് തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നത് ആരുടെ കുറ്റമാണ്?